രാവുകൾക്കും സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും പ്രത്യേക മഹത്വം കൊണ്ട് കൽപ്പിക്കുന്നത് നമ്മളത് പരിഗണിക്കാനാണ്, നമ്മളത് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനുമാണ്. വഖാല ബഅദുൽ മുഫസ്സിരീൻ, ചില തഫ്സീർ പണ്ഡിതന്മാര് പറഞ്ഞു, അൽ മുറാദു മിനൽ ലൈലത്തിൽ മുബാറക, സൂറത്തു ദുഖാനിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക കൊണ്ട് ഉദ്ദേശം ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവാണ്. ശഅബാൻ പകുതിയുടെ രാവിന് വലിയ മഹത്വമുണ്ട്. ആ മഹത്വം നമ്മൾ തീർത്തും കേൾക്കേണ്ടതും പഠിക്കേണ്ടവരുമാണ്. അന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ശരിക്ക് കേട്ടെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കേട്ട് പഠിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. തങ്ങൾ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞതും അങ്ങനെയാണ്. ബലഗന അന്ന ദുആ യുസ്തജാബു ഫീ ഖംസി ലയാൽ, 5 രാത്രികളിൽ ദുആഇന് ഉത്തരം നൽകപ്പെടുമെന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അതിന്റെ പുറമെ തഫ്സീറുകളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അതിന് ഹക്കല്ലാതെ സത്യമല്ലാതെ മറ്റൊരു വശം ഇല്ല. എന്താ മഹാനവറുകൾ പറഞ്ഞത്? 5 രാവുകളെ പരിഗണിക്കണം. ആ 5 രാത്രിയിലും ദുആഇന് ഉത്തരം നൽകപ്പെടും. അതിലൊന്ന് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ആദ്യ രാത്രിയാണ്. അത് കഴിഞ്ഞു. രണ്ടാമത്തെ രാവ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവ്. ദുആഇന് ഉത്തരം കിട്ടുന്ന വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പിന്നെ അതിൽ സന്ദേഹം വേണ്ട. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനൊന്ന് പറഞ്ഞാൽ അത് തീർത്തു ഉറപ്പിക്കാം. കാരണം അവരുടെ ഇൽമ് അത്രയുമാണ്, അവര് മനസ്സിലാക്കിയത് അത്രയുമാണ്. ഇത് നമ്മളെ പഠിപ്പിച്ചെന്തിനാ? നമ്മൾ ദ്വാരക്കാനാണ്, നമ്മൾ പ്രാർത്ഥിക്കാനാണ്, നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ചോദിക്കാനാണ്, ഒരു മടിയും കാണിക്കാതെ. ഇരിക്കട്ടെ, ഈ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ എന്നതിന്റെ പിന്നിൽ ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ദുഖാനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹങ്ങൾ അധികരിച്ച ലൈലത്ത്, രാവ് എന്നതുകൊണ്ട് ഉദ്ദേശം ചില പണ്ഡിതർ പറഞ്ഞു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ആ രാത്രിയിൽ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന രാവാണ്. ആ രാത്രിക്ക് വലിയ പുണ്യമുണ്ട്. ലൈലത്തുർ റഹ്മ എന്ന രാത്രിക്കൊരു പേരുണ്ട്. ലൈലത്തുൽ ബറാഅ, ബറാഅത്ത് രാവ് എന്ന് പേരുണ്ട്. അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന രാവാണ്. അതുകൊണ്ടല്ലേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ശഅബാൻ പകുതിയുടെ രാത്രിയിൽ നിസ്കരിച്ചു. ഏറെ നിസ്കരിച്ചിട്ട് മഹാനവറുകൾ സലാം വീട്ടി നോക്കുമ്പോ വജദ റക്അതൻ ഖളറാ, ഒരു പച്ച നിറത്തിലുള്ള ഒരു കടലാസ് മഹാനവറുകൾക്ക് കിട്ടി. ഖദിത്തസല നൂറുഹാ ബിസ്സമാ, ആ പച്ച നിറത്തിലുള്ള ആ കഷ്ണത്തിന്റെ പ്രകാശം ആകാശത്തിലേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. മക്തൂബുൻ ഫീഹാ, പച്ച നിറത്തിലുള്ള ആ ഫലകത്തിൽ അല്ലെങ്കിൽ ആ തോലിൽ, ആ പേപ്പറിൽ, ആ കടലാസിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഹാദിഹി ബറാഅത്തും മിനന്നാരി മിനൽ മലിക്കിൽ അസീസ് ലിഅബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇതൊരു മോചന പത്രമാണ്, ബറാഅത്തിന്റെ പത്രമാണ്, മോചന പത്രം. എവിടുന്ന് മോചനം? മിനന്നാരി, നരകത്തിൽ നിന്ന് മോചനം. ആരാണ് ഈ മോചനം നൽകുന്നത്? മിനൽ മലിക്കിൽ അസീസ്, അസീസായ രാജാവിൽ നിന്നുള്ള മോചന പത്രമാണ്. ആർക്കാണ് ഈ മോചനം? ലിഅബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്. 2 വർഷവും ചില്ലറ മാസവും ഭരണം നടത്തിയ 5ാം ഖലീഫയായി അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് നരകത്തിന്റെ മോചനത്തിന്റെ റിപ്പോർട്ട് കിട്ടിയത് ശഅബാൻ പകുതിയുടെ രാവിൽ നിസ്കാരം കഴിഞ്ഞ് മേലോട്ട് തല ഉയർത്തിയപ്പോഴാണ്. ബറാഅത്ത് രാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു ബറാഅത്ത് ലഭിക്കും. അതേ, വിജയികൾക്ക് അല്ലാഹുവിന്റെ ഗളബിൽ നിന്ന് മോചനം ലഭിക്കും. പരാജിതരായ ആളുകൾക്കും അവർക്കും മോചനം കിട്ടും. അവർക്ക് പരാജയം മാറ്റിവെച്ച് നന്നാകാനുള്ള അവസരമാണ്. ആ രാത്രിക്ക്
ബറാഅത്ത് രാവ് എന്ന് വിശേഷിപ്പിക്കുന്ന രാത്രിക്ക് അല്ലാഹു ജല്ല ജലാലുഹു കണ്ടില്ലേ നിങ്ങൾ പ്രത്യേകതകൾ പറഞ്ഞത്. എന്താണ് ആ രാത്രിക്കുള്ള പ്രത്യേകത? സൂറത്തു ദുഖാനിലൂടെ തന്നെ പറഞ്ഞു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാവിലാണ് എല്ലാ ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആ രാവിലാണ് എല്ലാ ഉറപ്പിക്കപ്പെട്ട കർമ്മങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അന്ന് രാത്രിയിൽ നിസ്കാരത്തിന് പുണ്യമുണ്ട്. പ്രത്യേകം ഒരു നിസ്കാരം ഇത്രയെന്ന് ഹദീസിൽ വാരിദായിട്ടില്ല. 100 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. 10 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഒരു 2 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. പിറ്റേന്ന് നോമ്പാണല്ലോ, അത്താഴത്തിന് എഴുന്നേൽക്കുമല്ലോ. ബറാഅത്ത് രാവിൽ ഒരു 2 റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറെ നബിതങ്ങൾ പ്രാർത്ഥിച്ചു എന്ന്, ഏറെ തങ്ങൾ പരിഗണിച്ചു എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്ന രാവാണത്. ആ രാവിനെ പറ്റി ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാം. ഹദ്ദതനി 30 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 30 സഹാബിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നമൻ സ്വല്ലാ ഹാദിഹി സ്വലാത ഫീ ഹാദിഹിൽ ലൈല, 100 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ട് പറയാണ്, ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ശഅബാൻ പകുതിയുടെ രാവിൽ ഒരാൾ 100 റക്അത്ത് നിസ്കരിച്ചാൽ അർസലല്ലാഹു തആല ഇലൈഹി 100 മലക്കിൻ, അല്ലാഹു അയാളിലേക്ക് 100 മലക്കിനെ പറഞ്ഞേക്കും. 30 മലക്കുകൾ യുബശ്ശിറൂനഹു ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിക്കും. വ30 മറ്റു 30 മലക്കുകൾ യുഅമ്മിനൂനഹു മിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്ന് സുരക്ഷിതത്വം അറിയിക്കും. വ30 യദ്ഫഉ അൻഹു ആഫാത്തിദ് ദുനിയാ, വേറെ 30 മലക്കുകൾ ദുനിയാവിലെ ആപത്തുകളെ തൊട്ട് നിങ്ങൾക്ക് മോചനമുണ്ടെന്ന വിവരം അറിയിക്കും. വഅശറത്തുൻ 10 മലക്കുകൾ, 90 10 കൂടിയുണ്ട്, യദ്ഫഊന അൻഹു മകായിദ ശൈത്താൻ, പിശാചിന്റെ കുതന്ത്രങ്ങളെ ആ മനുഷ്യനിൽ നിന്ന് തടഞ്ഞു നിർത്തും. ഹയാത്താക്കേണ്ട രാവുകൾ 16 ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ 16 വിശദീകരിക്കുകയല്ല. അക്കൂട്ടത്തിൽ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, നാടിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത ഇബാദത്തുകളെ കൊണ്ട് അന്ന് രാത്രി ജനങ്ങൾ മുഖരിതമാക്കാറുണ്ട്. അന്നത്തെ ഒരു രാവിന്റെ മഹത്വം പരിഗണിച്ച് കണ്ണീരൊലിപ്പിച്ചു ദുആ ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിൽ നിന്ന് തൗബ കിട്ടണമെന്ന് ശരിക്കും പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കേണപേക്ഷ നടത്തുന്നവരുണ്ട്. എല്ലാവിധ സലാമത്തിനും പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മളും അതിൽ ഭാഗവാക്കാകണം. ഏത് പുണ്യമുള്ള രാവ് വന്നാലും ഒരു 5 മിനിറ്റിന്റെ ബറക്കത്തെടുത്ത് അലസതയോടെ ബാക്കി ഉറങ്ങി തീർക്കല്ല. ചെറിയ രൂപത്തിലെങ്കിലും ഒരു സജീവത നമുക്ക് വേണം. പാവപ്പെട്ട എത്രയോ മനുഷ്യന്മാര് അള്ളാന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രതീക്ഷിച്ച് അന്നത്തെ രാവ് മുഴുവനും ഹയാത്താക്കുമ്പോ മുഴുവനും കഴിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചില്ലറ മണിക്കൂറുകളെങ്കിലും ഹയാത്താക്കി ദുആ കൊണ്ടും ദിക്ർ കൊണ്ടും സജീവമാക്കണേ. 3 സൂറത്ത് യാസീൻ ഓതുന്ന രാവ് അന്നല്ലേ, സൂറത്തു ദുഖാനും ഓതുന്ന രാവ് അന്നല്ലേ. ആ രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞു, അന്നലി ഹാദിഹിൽ ലൈലത്തി ഫദ്ലാ, ശഅബാൻ പകുതിയുടെ രാവിന് വലിയ മഹത്വമുണ്ട്. വിവരിച്ചാൽ തീരൂല. അതിന്റെ മഹത്വത്തെ നിഷേധിക്കൂല ദീനിൽ വിവരക്കേട് പറയുന്നവനല്ലാതെ. ആ ശഅബാൻ പകുതിയുടെ രാവിന്റെ മഹത്വത്തെ നിഷേധിക്കൂല ദീനിൽ വിവരം കെട്ടവനല്ലാതെ, വിവരം കുറഞ്ഞവനല്ലാതെ എന്ന് പണ്ഡിതന്മാരും എല്ലാവരും സമ്മതത്തോടെ പറയുമ്പോ
നമ്മൾ പരിഗണിക്കേണ്ട രാവാണ്. ഈ 100 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുന്നതിനെ പറ്റി 30 സ്വഹാബിമാര് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീസ് തഫ്സീറിന്റെ പണ്ഡിതന്മാര് കൊണ്ടുവരുന്നുണ്ട്. ആ നിസ്കാരം നിസ്കരിച്ച ആളുകളിലേക്ക് അല്ലാഹു തആല അന്ന് രാത്രി ഒരു നോട്ടം നോക്കും. 70 നോട്ടം അവരിലേക്ക് നോക്കും. വഖലല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ, ഓരോ നോട്ടം കൊണ്ടും അല്ലാഹു തീർപ്പ് കൽപ്പിക്കും. 70 ഹാജ, 70 ആവശ്യങ്ങൾ. അദ്നാഹാ അൽ മഗ്ഫിറ, അതിലേറ്റവും ചെറുത് അൽ മഗ്ഫിറ. നമ്മൾ ഏറ്റവും നന്നായി കാണേണ്ട ഒരു അനുഗ്രഹമാണ് അല്ലാഹു പാപം പൊറുത്തു തരലാണ്. ആ 70 ആവശ്യങ്ങളിൽ ഏറ്റവും ചെറുത് അദ്നാഹ അൽ മഗ്ഫിറ, പാപമോചനമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്ര ഊറൊന്നുമില്ലെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് മനസ്സൊന്ന് അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ച് ഒന്ന് പ്രാർത്ഥന നടത്താനും ഇസ്തിഗ്ഫാർ ചൊല്ലാനൊക്കെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അന്ന് വലിയ മഗ്ഫിറത്തുണ്ട്, വലിയ ഇസ്തിജാബത്തുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പണ്ഡിതന്മാര് അസന്നിഗ്ധമായ ആ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശഅബാൻ പകുതിയുടെ രാവിൽ ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ ഈ 100 റക്അത്ത് നിസ്കാരം പറഞ്ഞു കൊടുത്ത ശേഷം പറഞ്ഞു, ആ 100 റക്അത്ത് നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ചെറിയ സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്ത്, 10 പ്രാവശ്യം എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അലിയാരെ വിളിച്ചു പറയാണ്, അലി മാ മിൻ അബ്ദിൻ യുസല്ലി ഹാദിഹി സ്വലാത്ത, ഈ നിസ്കാരം നിസ്കരിക്കുന്ന ഒരൊറ്റ അടിമയുമില്ല, ഇല്ലാ ഖദല്ലാഹു ലഹു കുല്ല ഹാജ, എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ത്വലബഹാ തിൽക്കൽ ലൈല, അന്ന് രാത്രി എന്ത് ആവശ്യങ്ങളാണോ തേടുന്നത് അതൊക്കെ അല്ലാഹു അവന് പൂർത്തീകരിച്ചു കൊടുക്കും. ഇവിടെ മാത്രമാണോ അതുകൊണ്ട് നേട്ടം? അല്ല. വയബഅതുല്ലാഹു 70,000 മലക്കിൻ, 70,000 മലക്കുകളെ അല്ലാഹു അയക്കും. യക്തുബൂന ലഹുൽ ഹസനാത്ത്, ആ 70,000 മലക്കുകളാണ് ഈ മനുഷ്യന് നന്മകൾ എഴുതുന്നത്, തിന്മകൾ തടയുന്നത്, ദറജകൾ ഉയർത്തുന്നത്. ഇലാ റഅസിസ്സനാ, അടുത്ത കൊല്ലത്തിന്റെ തുടക്കം വരെ സ്വർഗത്തിലും അയാൾക്ക് വ്യത്യാസമുണ്ട്. വഅന്ന മൻ മാത മിൻ ലൈലതിഹി, അതെ, ഇങ്ങനെ നിസ്കരിച്ചിട്ട് ആ വർഷത്തിന്റെ രാവിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഖബല അൻ യഹൂലൽ ഹൗലു, അടുത്ത കൊല്ലം ശഅബാനാകുന്നതിന്റെ മുമ്പ് മാത ഷഹീദാ, അയാൾക്ക് ഷഹാദത്തിന്റെ മഹത്വം അല്ലാഹു കൊടുക്കുന്നുണ്ട്. വയുതീഹില്ലാഹു ബികുല്ലി ഹർഫിൻ മിൻ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദിലെ ഓരോ അക്ഷരത്തിന് പകരവും അന്ന് അല്ലാഹു തആല അയാൾ ഓതിയ അക്ഷരത്തിന് പകരം കൊടുക്കുന്നുണ്ട്. 70 ഹൂറാ, 70 ഹൂറികളെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സമ്മാനം കൊടുക്കുന്നു. അപ്പൊ ചിലരങ്ങനെ കണക്ക് പറഞ്ഞിട്ടുണ്ട്, 100 റക്അത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഖാല ബഅദുഹും അഖല്ലു സ്വലാത്തിൽ ബറാഅത്ത് റക്അത്താൻ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ബറാഅത്ത് രാവിൽ സുന്നത്തായി നിസ്കാരം എന്ന് ഹദീസിൽ വന്ന നിസ്കാരങ്ങൾ പ്രത്യേക ഒരു പേരിൽ അറിയപ്പെട്ടതല്ലെങ്കിലും മുത്തലഖായ സുന്നത്ത് നിസ്കാരം, അല്ലെങ്കിൽ ആവശ്യ പൂർത്തീകരണത്തിന് നിസ്കാരം, ഖളാഉൽ ഹാജത്തിന് നിസ്കാരം എന്നൊക്കെ അതിനെ വിളിക്കാം. അന്നത്തെ രാവിൽ നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കിയിട്ട് വല്ലാത്ത മഹത്തല്ലേ കിട്ടുന്നത്. മറ്റൊരു ഹദീസിൽ 5 രാത്രികൾ ഹയാത്താക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസുണ്ട്. ആ 5 രാത്രി ഹയാത്താക്കിയാൽ സ്വർഗം വുജൂബാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്യാ അൽ-ലയാലിൽ ഖംസ്, 5 രാവുകൾ ഒരാൾ ഹയാത്താക്കിയാൽ, അത് കുറെ ആ ഹദീസിൽ പറയുന്ന കുറെ രാവുകളൊക്കെ നമ്മിൽ പലരും ഹയാത്താക്കലുണ്ട്, അങ്ങനെ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. ഹദീസിൽ പറയുമ്പോൾ മനസ്സിലാവും. വജബത്ത് ലഹുൽ ജന്ന, ലൈലത്തു തർവിയ, അത് ഇവിടെ അല്ല, ഹജ്ജിന് പോയിട്ടുള്ള രാവാണ് ലൈലത്തു തർവിയ. ദുൽഹിജ്ജ 8 രാത്രി മിനയിൽ രാപ്പാർക്കുന്ന രാവ്. അന്ന് അധികം ആളും ഹയാത്താക്കും, കാരണം ഇതിനി കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കിടന്നുറങ്ങാൻ വന്നതല്ല, മിനയിലല്ലേ ദിക്ർ ചൊല്ലിക്കോളി, എല്ലാവരും ദ്വാരുന്നോളി, നിസ്കരിച്ചോളി, ഖുർആൻ ഓതിക്കോളി, സ്വലാത്ത് ചൊല്ലിക്കോളി, ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കോളി, അന്ന് ഹയാത്താക്കും. മറ്റൊന്ന് ലൈലത്തു അറഫ,
നേരെ പിറ്റേന്നുള്ള അറഫയുടെ രാവ് ലൈലത്തുൻ നഹർ. മുസ്ദലിഫയിലൊക്കെ പോയി നിൽക്കുന്ന പെരുന്നാളിന്റെ രാവിലെ ആ രാവ്. ഇത് മൂന്നും പലരും ഹയാത്താക്കാറുണ്ട്. കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് വന്നത് എന്നതിന്റെ പുറമേ ഇനി വരാനൊരു പക്ഷേ ഒത്തിട്ടില്ലെങ്കിലോ, ഈ സ്ഥലത്തേക്ക് ഇനി വന്നിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഹയാത്താക്കട്ടെ. ആ ഹദീസിൽ നാലാമതായി എണ്ണിയത് ലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന്റെ രാവാണ്. അഞ്ചാമതായി എണ്ണിയത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഷാബാൻ പകുതിയുടെ രാവാണ്. അപ്പൊ ആ രാവിന്റെ മഹത്വം ധാരാളമുണ്ട്. രണ്ടാമതായി ആ രാവിന്റെ മഹത്വം പറഞ്ഞിടത്ത് നുസൂലുർ റഹ്മ, റഹ്മത്ത് ധാരാളം ഇറങ്ങുന്നുണ്ട്. എത്രയാണ് അല്ലാഹു തആല റഹ്മത്ത് ഇറക്കുന്നത്? അല്ലാഹു തആല അവന്റെ റഹ്മത്ത് ഇറക്കുന്ന രാവുകളിൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ പ്രത്യേകം എണ്ണിയിട്ടുണ്ട്. മഗ്ഫിറത്ത് അല്ലാഹു നൽകുന്ന രാവാണ്. അതേ ബറാഅത്ത് രാവ്. ആ മഗ്ഫിറത്ത് നൽകപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തെരുമാറാകട്ടെ. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഹദീസിന്റെ ഭാഗം ഞാൻ അല്പം ഒന്ന് വായിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറാഅത്ത് രാവിൽ, ശഅബാൻ പകുതിയുടെ രാവിൽ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ അടുത്തേക്ക് വന്നു. അന്ന് എന്റെ വീട്ടിൽ താമസിക്കേണ്ട രാത്രിയാണ്, പതിവനുസരിച്ച് വരുന്ന രാവാണ്. വന്നു, കുറച്ചു നേരം എന്റെ കൂടെ കിടന്നു. കിടക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തങ്ങൾ മാറ്റി എന്റെ കൂടെ കിടന്നു. ഞാനുമായി ഇങ്ങനെ സംസാരത്തിൽ ഏർപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നിർത്തി, സംസാരം നിർത്തി. തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് തങ്ങൾ പുറത്തുപോയി. അപ്പൊ ഞാന് സ്വാഭാവികമായും ഒരുപാട് ഭാര്യമാരുണ്ടാകുമ്പോ പിടികൂടുന്ന രൂപത്തിൽ എന്റെ മനസ്സിലും തോന്നിപ്പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പോകുന്നതിന് തെറ്റൊന്നുമില്ല, മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് ആർക്കെങ്കിലും പോയോ, ഇന്ന് എന്റെ രാവല്ലേ എന്നെന്റെ മനസ്സിലൊക്കെ തോന്നി. ഞാനും തങ്ങളെ പിന്നാലെ പുറപ്പെട്ടു. ഞാൻ പുറത്തിറങ്ങി. തങ്ങൾ കുറച്ചു ദൂരത്തോടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ അവസാനം ഒരു സ്ഥലത്തെത്തി നിന്നപ്പോൾ ഫഅദറക്തുഹു ബിൽ ബഖീഅ്, തങ്ങൾ ജന്നത്തുൽ ബഖീലാണ്, ബഖീൽ ഗർഖദിലാണ്. യസ്തഗ്ഫിറു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വശുഹദാ, എല്ലാ വിശ്വാസിനികൾക്കും രക്തസാക്ഷികൾക്കും വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാനത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബി അബീ അൻത വ ഉമ്മീ, ഓ നബിയേ, എന്റെ ബാപ്പയും എന്റെ ഉമ്മയും തങ്ങൾക്ക് സമർപ്പിതമാണ്. അൻത ഫീ ഹാജതി റബ്ബിക വ അന ഫീ ഹാജതി ദുനിയാ, തങ്ങളിപ്പോൾ ഈ രാത്രി ചെലവഴിക്കുന്നത് റബ്ബിന്റെ ആവശ്യത്തിലാണല്ലോ, അള്ളാഹുവിനോടുള്ള തേട്ടത്തിലാണല്ലോ. ഞാൻ എന്റെ ശരീരത്തിന്റെ ആവശ്യത്തിനല്ലേ ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങി. തങ്ങൾ ജന്നത്തുൽ ബഖീൽ കേൾക്കുകയല്ലേ. പെട്ടെന്ന് വന്ന് ഞാൻ വീട്ടിൽ കയറി. സ്പീഡിൽ വന്നതുകൊണ്ട് എനിക്ക് ശ്വാസം ഇങ്ങനെ തിങ്ങിക്കളിക്കുന്നുണ്ട്. എന്റെ ശ്വാസത്തിന്റെ വേഗത കണ്ട് പിന്നാലെ വന്നപ്പോ തങ്ങൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ശ്വാസോച്ഛ്വാസം വേഗതയിൽ നടത്തുന്നത്? അല്ല നബിയേ, തങ്ങൾ എന്റെ അടുത്ത് കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോ ഞാൻ പിന്നാലെ വന്നു നോക്കിയതാണ്. അല്ല ഇശാ അകുംതി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളോട് അക്രമം കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ പേടിക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ള രാത്രി നിങ്ങൾക്ക് സ്വന്തമാണ്. പക്ഷേ ഞാൻ എഴുന്നേറ്റ് പോയത് ബൽ അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി അല്ലൈലത്തു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ രാവ് ശഅബാൻ പകുതിയുടെ രാവാണ്. വലില്ലാഹി ഫീഹാ യുതഖാഉ മിനൻ നാരി ബിഅദദി ശുഊരി ഗനമി കൽബിൻ, കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ച് ഈ രാത്രിയിൽ അള്ളാഹു ഒരുപാട് ആളുകൾക്ക് മോചനം നൽകുന്നുണ്ട്. അള്ളാഹുവിന് ഈ രാത്രിയിൽ ഒരുപാട് യുദ്ധ
ഉത്തഖാ ഉണ്ട്, മോചിതരുണ്ട്. അതേ സമയത്ത് ലാ യൻദുറുല്ലാഹു ഫീഹാ, ഈ രാവിലെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ഇലാ മുശ്രിക്കിൻ, മുശ്രിക്കിലേക്ക് നോക്കൂല. വലാ ഇലാ മുശാഹിനിൻ, മുശാഹിനിലേക്ക് നോക്കൂല. വൈരാഗ്യ ചിന്തമുള്ളവനിലേക്ക് നോക്കൂല. വ്യക്തി വൈരാഗ്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാ ഇലാ ഖാത്തി റഹ്മിൻ, ബന്ധം വിച്ഛേദിച്ചവരിലേക്ക് നോക്കൂല. വലാ ഇലാ മുസ്ബിലിൻ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുത്തവരിലേക്ക് നോക്കൂല. വലാ ഇലാ അഖിൻ വാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിച്ചവനിലേക്ക് നോക്കൂല. വലാ ഇലാ മുദ്മിനി ഖംദിൻ, മദ്യപാനിയിലേക്ക് നോക്കൂല. അവരാണ് ആ രാത്രിയിലെയും എല്ലാ സുഹൃതങ്ങളും നിറഞ്ഞ രാത്രിയിലെയും ഹതഭാഗ്യർ. സഹോദരങ്ങളെ, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവ് വരുന്നു. ശഅബാൻ ഉദിച്ചിട്ടില്ല, ഇനിയും സമയമുണ്ടല്ലോ. ഇതിൽ നിന്ന് മാറി ചിന്തിക്കാം. ആ ലിസ്റ്റിൽ പെടുന്ന ആളുകളിലേക്ക് അന്ന് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്ന് പറഞ്ഞാൽ അവരെ ബഹിഷ്കരിക്കുന്നത് അവര് മാറി വരാനാണ്, നന്നായി അല്ലാഹുവിനോട് ചോദിക്കാനാണ്. ഈ രൂപഭാവങ്ങൾ അങ്ങനെ വെച്ചു നടന്നിട്ട് പിന്നെ അള്ളാഹുവിനോടങ്ങ് ചോദിക്കുമ്പോഴേക്ക് ഒക്കെ കിട്ടിയേക്കുമെന്ന് ചിന്തിക്കണ്ട. ഇവിടെ മറ്റു ചില ഹദീസുകളിൽ ജ്യോത്സ്യനെ പറഞ്ഞിട്ടുണ്ട്, സിഹിർ ചെയ്യുന്നവനെ പറഞ്ഞിട്ടുണ്ട്, വേശ്യാവൃത്തിയിലായി ജീവിക്കുന്നവനെയും പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം നടത്തുന്നവനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മദ്യപാനിയും ഇതുപോലെ ഗുരുതരമായ ദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരും നന്നായി തീർന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട രാവാണ് ബറാഅത്ത് രാവ്, ശഅബാൻ പകുതിയുടെ രാവ്. അതല്ല ലൈലത്തുൽ ഖദറിനെ പറ്റിയാണെങ്കിലും അവിടെയും ഉണ്ട് ഇതേ വിഷയങ്ങൾ. അപ്പൊ നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ച റഹ്മത്തും ബറക്കത്തും മഗ്ഫിറത്തും ലഭിക്കണമെങ്കിൽ നമ്മളൊന്ന് മാറേണ്ടതുണ്ട്. മാറേണ്ടവർ മാറേണ്ടതുണ്ട്. മദ്യപാനികൾ തീർത്തും മാറേണ്ടതുണ്ട്. വ്യഭിചാരത്തിൽ നിലനിൽക്കുന്നവർ മാറേണ്ടതുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ മാറേണ്ടതുണ്ട്. കുടുംബ ബന്ധം മുറിക്കുന്നവർ മാറേണ്ടതുണ്ട്. അതേ സ്റ്റൈലിന് വേണ്ടി, പവറിന് വേണ്ടി ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി നടക്കുന്നവൻ മാറേണ്ടതുണ്ട്. വ്യക്തി വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവർ മാറേണ്ടതുണ്ട്. മുശ്രിക്കും മാറേണ്ടതുണ്ട്. ഇവരിലേക്കൊന്നും അല്ലാഹു നോക്കൂല, മഗ്ഫിറത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തേട്ടത്തിനെന്ത് പ്രസക്തിയാ ഉള്ളത്? ചോദ്യത്തിനെന്ത് താല്പര്യമാണുള്ളത്? അതുകൊണ്ട് ഹതഭാഗ്യരുടെ ലിസ്റ്റിലൊന്നും പെട്ടുപോകരുത്. കഴിവിന്റെ പരമാവധി ചിന്തിക്കേണ്ട നേരമാണ്. ഉമ്മമാരേ, ശഅബാൻ പകുതിയുടെ രാവ് വരുന്നു. ഒരു മാസം എങ്ങാനും ഒരു പക്ഷേ ഉണ്ടായേക്കും. ആ ഒരു മാസം മുമ്പ് നിങ്ങൾ ചിന്തിച്ചോളൂ, ഈ പറയുന്ന തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നമ്മൾ മാറിയേക്കണം, ചെറുപ്പക്കാരെ തിരുത്തിയേക്കണം. എന്നിട്ട് അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനാണ്. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം കൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അവിടെ കിടന്നു, കട്ടിലിൽ കിടന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ തങ്ങൾ വീണ്ടും ചോദിച്ചു, ആയിഷ അതഅ്ദനീന ലീ ഫിൽ ഖിയാമി ഹാദിഹിൽ ലൈല, ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ള രാത്രിയാണ്, ശരിയാണ്, പക്ഷെ നിങ്ങളൊന്ന് സമ്മതം തരൂ, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. ഇന്നത്തെ രാത്രിക്ക് വല്ലാത്ത മഹത്തുണ്ട്, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അതേ നബിയെ സമ്മതമുണ്ട്. ഫഖാമ ഫസജദ ലൈലൻ ത്വീലൻ, നീണ്ട സുജൂദാണ് നടത്തിയത്. ആ സുജൂദിന്റെ ദൈർഘ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അന്നഹു ഖദ് ഖുബിള, തങ്ങൾ റൂഹെങ്ങാനും പിടിക്കപ്പെട്ടു പോയോ, എത്ര നേരമായി സുജൂദിൽ തലവെച്ചിരിക്കുന്നത്. ഞാൻ തങ്ങളെ അന്വേഷിച്ച് തങ്ങൾ സുജൂദിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ പതുക്കെ അതിന്റെ അടുത്ത് ചെന്നു. തങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേട്ടു, അഊദു ബിഅഫ്വിക മിൻ നുഖൂബതിക വഅഊദു ബിറിളാക മിൻ സഖതിക വഅഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ ഉഹ്സി സനാഅൻ അലൈക കമാ അസ്നൈത അലാ നഫ്സിക. ഇതിങ്ങനെ തങ്ങൾ സുജൂദിൽ ചൊല്ലുകയാണ്. അഊദു ബിഅഫ്വിക മിൻ നുഖൂബതിക, അല്ലാഹുവേ നിന്റെ പാപമോചനം കൊണ്ട്, നിന്റെ മാപ്പ് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു നിന്റെ ശിക്ഷയിൽ നിന്ന്. 10 മണിയാറാകായി. ഞാൻ ഈ ഹദീസും കൂടി വായിച്ചു നിർത്തും.
ബാക്കി ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി ഭാഗങ്ങൾ അതിലുണ്ട്. അത് നാളത്തേക്ക് വെക്കും. നാളെ ബാക്കിയുള്ള വിഷയവും കൂട്ടി പറയും. നേരം ദീർഘിക്കുകയില്ല. കറക്റ്റ് 10 മണിക്ക് തന്നെ നമുക്ക് നിർത്തേണ്ടതുണ്ട്. ദിവസങ്ങൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇതാ നേരം 9:55 ഇതുകൂടി വായിച്ച് പൂരിപ്പിക്കട്ടെ. ബദഹ് ചൊല്ലിയിട്ട് നമ്മൾ ദുആർക്കും. ഈ ദുആ ഇങ്ങനെ നടത്തി ഫലമ്മ അസ്ബഹ, നിങ്ങൾ നോക്കി ഉമ്മമാരെ, നേരം വെളുത്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഈ ദിക്റുകളൊക്കെ ഞാൻ നബിതങ്ങൾക്കങ്ങ് ചൊല്ലിക്കൊടുത്തു. ദക്കർതുഹുന്ന ലഹു, തങ്ങൾ ആ സുജൂദിൽ ദീർഘനേരം കിടന്ന് ചൊല്ലിയ ദിക്റില്ലേ, അഊദു ബിഅഫ്വിക മിൻ ഉഖൂബതിക വഅഊദു ബിറിളാക മിൻ സുഖ്തിക വഅഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ യുഹ്സി സനാഅൻ അലൈക കമാ അസ്നൈത അലാ നഫ്സിക. അതങ്ങനെ തന്നെ ഞാനും ചൊല്ലിക്കൊടുത്തപ്പോ തങ്ങൾ എന്നോട് ചോദിക്കാണ്, തഅല്ലംതിഹിന്ന, നിങ്ങളും പഠിച്ചോ? ഞാൻ പഠിച്ചു നബിയെ. തങ്ങളിങ്ങനെ ദീർഘനേരം ചെല്ലുമ്പോ ഞാൻ എന്റെ കാത് വെച്ച് കേട്ട് ഞാൻ പഠിച്ചു. അപ്പൊ തങ്ങളെ മറുപടി തഅല്ലമീഹിന്ന വഅല്ലിമീഹിന്ന, നിങ്ങളത് പഠിക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും വേണം. ഫഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമാണ് അല്ലമനീഹിന്ന, ആ ദിക്റുകൾ എനിക്ക് പഠിപ്പിച്ചു തന്നത്. വഅമറനി അൻ ഉറദ്ദിദഹുന്ന ഫിസ്സുജൂദി, ഞാൻ സുജൂദിൽ അങ്ങ് നെറ്റിവെച്ചപ്പോ ആവർത്തിച്ചു സുജൂദിൽ എന്നോട് ചൊല്ലാനും ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചു. ആ രാത്രിയിൽ റഹ്മത്തുമുണ്ട്, മഗ്ഫിറത്തും ഉണ്ട്, വേറെയും ഗുണങ്ങൾ ബാക്കിയുണ്ട്. ബാക്കി പറഞ്ഞു വച്ചത്. അവസാനം നാം പറഞ്ഞിരുന്ന ഷഅബാൻ പകുതിയുടെ രാത്രിയിൽ പാതിരാത്രിയിൽ നിസ്കരിച്ചിരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഇന്നലെ നാം വായിച്ചിരുന്നു. അത് കേട്ട മാന്യ സഹോദരങ്ങളിൽ ഒരാൾ അതിന്റെ അർത്ഥം കൂടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ അർത്ഥം പറഞ്ഞ് ബാക്കി വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് കടക്കും. സുജൂദിൽ ഏറെ നേരം ആവർത്തിക്കാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അന്നത്തെ രാത്രിയിൽ പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന, അഊദു ബിഅഫ്വിക മിൻ ഉഖൂബതിക, അല്ലാഹുവേ നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു, ബിഅഫ്വിക നിന്റെ മാപ്പ് കൊണ്ട്. നീ വിശാലാർത്ഥത്തിൽ മാപ്പ് ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ആ വിട്ടുവീഴ്ച മുൻനിർത്തി നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. വഅഊദു ബിറിളാക മിൻ സുഖ്തിക, കോപത്തെക്കാളും കൂടുതൽ നിനക്കുള്ളത് റിളയാണ്, തൃപ്തിയാണ്. ആ തൃപ്തി കാരണമായി, അത് കാരണമാക്കിക്കൊണ്ട് നിന്റെ ക്രോധത്തിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിൻക, അല്ലാഹുവേ നീ നിശ്ചയിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും എനിക്ക് ഷർറായി വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ജല്ല വജ്ഹുക്, നിന്റെ ദാത്ത് അത് പരിശുദ്ധിയേറിയതാണ്. ലാ യുഹ്സി സനാഅൻ അലൈക്, നിന്റെ മേൽ എത്ര പ്രകീർത്തിച്ചാലും അത് കണക്കാക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതിന് തെളിവാണ് കമാ അസ്നൈത അലാ നഫ്സിക്, നീ നിന്നെ തന്നെ പ്രകീർത്തിച്ചു എന്നത് ഏറ്റവും വലിയ തെളിവാണ്. ലോകത്തൊരാൾക്കും നിന്റെ പ്രകീർത്തനം തിട്ടപ്പെടുത്താനോ കണക്കാക്കാനോ സാധിക്കുകയില്ല. ഈ പ്രാർത്ഥന, ഈ ചെറിയ പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ബറാഅത്ത് രാവിൽ ആവർത്തിച്ചിരുന്നത് എന്ന് ഖുർആൻ പണ്ഡിതർ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുകൾ അധികരിച്ച രാത്രി എന്നതിനെപ്പറ്റി പറയാൻ 3 വിഷയങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞു വച്ചത്. അതിനി ആവർത്തിക്കുന്നില്ല. അതിൽ മറ്റൊരു കാരണമായി ഖുർആൻ പണ്ഡിതർ പറയുന്നത്, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണ്ണ ശഫാഅത്ത് നൽകപ്പെട്ട രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാത്രി. അഥവാ ശഅബാൻ 13ന്റെ അന്ന് രാത്രി അള്ളാഹുവിനോട് അവിടുന്ന് ശഫാഅത്ത് ചോദിച്ചു. ശഫാഅത്തിന്റെ അധികാരം ചോദിച്ചപ്പോൾ അല്ലാഹു തആല ആ ശഫാഅത്തിന്റെ 1/3 അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി.
14-ാം രാത്രിയിൽ വീണ്ടും ചോദിച്ചു. അപ്പോൾ 3/2 അധികാരം അല്ലാഹു തആല നൽകി. 15-ാം രാവിൽ വീണ്ടും ഷഫാഅത്തിന്റെ അധികാരം ചോദിച്ചപ്പോൾ ഫഅഅത്തുൽ ജമീഅ്, ഷഫാഅത്തിന്റെ പൂർണ്ണ അധികാരം നൽകി. ഷഫാഅത്തിന്റെ പൂർണ്ണ അധികാരം നൽകപ്പെട്ട രാവ് എന്നതുകൊണ്ട് ആ രാത്രിക്ക് പ്രത്യേകം മഹത്വമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ശഫാഅത്തിന് അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കതിന്റെ പൂർണ്ണ അധികാരം തന്നത് അല്ലാഹുവിന്റെ എതിരാളികൾ ഒഴികെ, അല്ലാഹു തആല നരകത്തിൽ തീർച്ചപ്പെടുത്തി നിശ്ചയിച്ച ആളുകൾ ഒഴികെ ബാക്കി എല്ലാ ആളുകൾക്കും ഷഫാഅത്തിന് അധികാരം നൽകപ്പെട്ട രാവാണ് ശഅബാൻ പകുതിയുടെ രാവ്. അപ്പൊ ഷഫാഅത്തിന് അധികാരം നൽകപ്പെട്ട രാത്രി എന്ന് പറയുമ്പോൾ ആ ഷഫാഅത്തിൽ ഉൾപ്പെടാനും അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കാനും നാം അതു കാരണമാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ അധികാരം നൽകപ്പെട്ട ഒരു രാവ് എന്ന നിലക്ക് ആ രാവിന് ഏറെ മഹത്വം ഉണ്ട്. മറ്റൊരു കാരണം പറയുന്നത് അന്ന മിൻ ആദത്തില്ലാഹി ഫീ ഹാദിഹിൽ ലൈല അൻ യസീദ മാഉ സംസം സിയാദതൻ ളാഹിറ. ഈ ശഅബാൻ 15ന്റെ രാവിൽ മുമ്പുള്ളതിനേക്കാൾ അധികം സംസം വെള്ളത്തിന് വർധനവുണ്ടാകും. സംസം വെള്ളത്തിന് വർധനവുണ്ടാകുന്ന ഒരു രാവാണ് ശഅബാൻ പകുതിയുടെ രാവ്. അങ്ങനെ ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ പാടെ നിഷേധിക്കേണ്ടതില്ല. പഴയ കാലത്ത് ആളുകളൊക്കെ പറയും, ദുൽഹിജ്ജ മാസം പെരുന്നാളായി കഴിഞ്ഞാൽ കിണറിൽ നിന്ന് നമുക്ക് സംസം വെള്ളം കോരി കുടിച്ച് പെരുന്നാൾ ദിവസം ആരംഭിക്കണമെന്ന്. മുമ്പ് കാലത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ പലരും അതിനെ എതിർത്തു. എതിർക്കേണ്ടതില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അതിന് മതിയായ ഒരു ഹദീസ് മഹാനവറുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബലിപെരുന്നാളിന്റെ രാത്രി സംസം വെള്ളത്തിൽ നിന്ന് എല്ലാ കിണറുകളിലേക്കും നീരൊഴുക്കുണ്ട്. ആദ്യം പെരുന്നാൾ ദിവസം പകലിൽ ആദ്യം കിണറ്റിൽ നിന്ന് മുക്കിയെടുക്കുന്ന വെള്ളം, മുകളിൽ കാണുന്ന വെള്ളം സംസമിൽ നിന്ന് വന്ന വെള്ളമാണെന്ന് ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസ് തെളിവിന് മതിയായ ഹദീസും കൂടിയാണ്. അപ്പൊ ഇങ്ങനൊരു പുതിയ വർത്തമാനം കേൾക്കുമ്പോ തള്ളിക്കളയണ്ട. ചിലർക്ക് അങ്ങനെയുണ്ട്, ഇതുവരെ കേൾക്കാത്തത് കൊണ്ട് അപ്പറഞ്ഞത് ശരിയായിട്ടില്ല. ഞാൻ ഈ വായിക്കുന്നത് തഫ്സീർ റൂഹുൽ ബയാനിൽ നിന്നാണ്. മറ്റു പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതേ തഫ്സീർ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു പതിവാണ്. ശഅബാൻ പകുതിയുടെ ഒരു ബർക്കത്ത് നോക്ക് നിങ്ങൾ. വെള്ളത്തിന്റെ വർധനവ് വലിയ ബർക്കത്താണ്, അത് വലിയ ബഹുമാനവുമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോയി കൂടെ കൊണ്ടുപോയ ഒട്ടകങ്ങളെ ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോന്നിനെയും ഇങ്ങനെ അറുക്കാൻ തീരുമാനിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, നമ്മൾ എപ്പോഴാണ് ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാന്ന് പറയാൻ പറ്റൂല. തങ്ങൾ നേരത്തെ ഒട്ടകത്തെ അറുക്കാൻ സമ്മതം കൊടുത്തു. എല്ലാ ഒട്ടകങ്ങളെയും അറുത്തു തീർക്കുകയാണെങ്കിൽ പിന്നെ പോകാൻ എവിടുന്ന വാഹനം? അതുകൊണ്ട് തങ്ങൾ ആ ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി തങ്ങൾ പറയണ്ട, പകരം അവരുടെ കൈകളിൽ ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും കൊണ്ടുവരാൻ തങ്ങൾ പറയണം. എന്നിട്ട് തങ്ങൾ പ്രാർത്ഥിക്കണം. ആ അഭിപ്രായം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവരുടെയും കൈകളിൽ ശേഷിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ടുവരും. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. എല്ലാവരുടെ കൈകളിലും ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നു. അവിടുന്ന് ബറക്കത്തിന് ദുആ ചെയ്തു. 1000-ലധികം വരുന്ന സ്വഹാബിമാർ ആ മിച്ചമുള്ള ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ പാത്രങ്ങളിൽ, സഞ്ചികളിൽ അത് നിറക്കുകയും ചെയ്തു. അപ്പോ വെള്ളത്തിന്റെ വർധനവ് അത് വലിയ ബറക്കത്താണ്. അന്നവിടെ വെള്ളം കെട്ടി നിർത്തി വെള്ളത്തോടവിടെ ഒതുങ്ങാൻ
ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലെങ്കിൽ ലകാനത്ത് ഐനൻ മഈന, അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റഹിമല്ലാഹു, അല്ലാഹു തആല വലിയ ബറക്കത്ത് ചെയ്തു ഉമ്മ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ആമുഖത്തോടെ തങ്ങൾ പറഞ്ഞു. മഹദി അന്ന് സംസം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ലകാനത്ത് ഐനൻ മഈന, അത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകുന്ന ഒരു വലിയ വെള്ളത്തടാകമാകുമായിരുന്നു. വറ്റാത്ത നീലുറവയാണ്, അതിൽ വെള്ളത്തിന് വർധനവുണ്ടാകുന്ന രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. പോരാ, മറ്റു പല പണ്ഡിതന്മാരും മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ബറക്കത്തുള്ള രാവ് വരാൻ പോകുന്നു, നന്നായി ഞാനും നിങ്ങളും ഒരുങ്ങണം എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. ശഅബാൻ പകുതിയുടെ അന്നാണല്ലോ മുഅ്മിനുകളെ നമുക്കൊക്കെ ആശ്വാസമാകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അല്ലാഹു ഇറക്കിയത്. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ആശ്വാസത്തിന്റെ വചനമാണ് സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലണമെന്നതിന്റെ അത് കൽപ്പിക്കുന്ന ആയത്തിറങ്ങുന്നത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇത് അവതരിക്കുന്നത് വിശുദ്ധ ശഅബാനിലാണ്, പകുതിയിലാണ്. സുബ്ഹാനല്ലാഹ്, അത് വലിയ ആശ്വാസത്തിന്റെ ഒരു വാക്കാണ്. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേക നിർദ്ദേശം ലഭിക്കുകയും സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറയുന്നതിന് പകരം അല്ലാഹു തആല അതിന്റെ തുടക്കത്തിൽ അതിന്റെ മഹത്വം പഠിപ്പിച്ചു തന്നിട്ടാ ചൊല്ലാൻ പറയുന്നത്. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും എല്ലാവരും കൂടി അതിൽ പങ്കുചേരുന്നുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. മറ്റു കർമ്മങ്ങളിൽ നിന്ന് വിഭിന്നമായി അങ്ങനൊരു അമല് നമുക്ക് സമാനമായി തന്നു. മുൻഗാമികളിൽ അവരും സ്വീകരിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. കാരണം ആ സ്വലാത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഇണയായി അല്ലാഹു സൃഷ്ടിച്ച അവിടുത്തെ വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിച്ച ഹവ്വ റളിയല്ലാഹു അൻഹ, ഹവ്വ ബീവിയിലേക്ക് ശരീരം ആകർഷിച്ചപ്പോൾ അല്ലാഹു തആല ഒരു മറയാക്കി അവിടെ വെക്കുകയും, ആദമേ നിങ്ങൾക്ക് തൊടാനായിട്ടില്ല, നിങ്ങൾക്കു തന്നെ നിങ്ങളിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ച ഇണയാണ്. പക്ഷേ ഒന്ന് തൊടണമെങ്കിൽ ചെറിയൊരു ഡിമാൻഡുണ്ട്. നിങ്ങൾ വിവാഹമൂല്യം നൽകണം. എന്താണ് സ്വർഗത്തിലെ വിവാഹമൂല്യം? അല്ലാഹു കൊടുത്ത വിവാഹമൂല്യം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 10 സ്വലാത്താണ്. അന്ന് തുടങ്ങിയ ആ സ്വലാത്ത് അതെങ്ങനെ കാലങ്ങളോളം ചൊല്ലിവന്ന് അതിന്റെ ഏറ്റവും വലിയ മഹത്വം അല്ലാഹു നമുക്ക് കൈമാറിയതും ശഅബാനിലാണ്. അതുകൊണ്ട് ശഅബാൻ മാസം അതിന്റെ പകുതി നന്നായി ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. സൂറത്തു ദുഖാനിൽ അല്ലാഹു പറഞ്ഞു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. തീരുമാനം കൈമാറ്റം ചെയ്യപ്പെടുന്ന മാസം. യുക്തബു എഴുതപ്പെടും, വയുഫസ്സലു വിശദമാക്കപ്പെടും, കുല്ലു അംരിൻ മുഹ്കമിൻ. തീരുമാനം പുതുക്കല്ല, തീരുമാനം പുതുക്കിക്കൊടുക്കല്ല. അള്ളാഹു നിശ്ചയിച്ച തീരുമാനം ഉത്തരവാദപ്പെട്ട മലക്കുകളിലേക്ക് കൈമാറുകയാണ്. ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന രാവ് എന്നതുകൊണ്ടാണ് യുഫ്റഖു കുല്ലു അംരിൻ ഹകീം.